പതിവ് തെറ്റിക്കാതെ മലയാളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ. കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താമരശ്ശേരി രൂപത ഹയർ സെക്കൻഡറി വിഭാഗം മതബോധന വിദ്യാർത്ഥികൾക്കായി ഒരു കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വിവാദമാക്കി മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ താമരശ്ശേരി രൂപത ആ കൈപ്പുസ്തകത്തെ സംബന്ധിച്ച് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. ഇനിയാണ് ശ്രദ്ധേയമായ കാര്യം. മലയാളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും ആ സർക്കുലറിലെ പ്രസക്ത ഭാഗങ്ങൾ മുക്കി വിവേചനാപരമായ റിപ്പോർട്ടിംഗ് നടത്തിയിരിക്കുന്നു. താമരശ്ശേരി രൂപത മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുറത്തിറക്കിയ കൈപ്പുസ്തകത്തെ പറ്റി മാധ്യമങ്ങൾ അടക്കം പലരും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ സമുദായ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും സമുദായ സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്ത് താമരശ്ശേരി രൂപത പുറപ്പെടുവിച്ച പ്രസ്താവനയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കി മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ നൽകിയത് വാൽകഷ്ണം മാത്രം. ഈ രീതി തന്നെയായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതാക്കന്മാർ പാലാ രൂപതയുടെ ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കിയപ്പോഴും അവലംബിച്ചത്. അതായത് പ്രസക്ത ഭാഗങ്ങൾ മുക്കിക്കളഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ട വാൽകഷ്ണങ്ങൾ മാത്രം പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുക. അവർ അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് കേരള സമൂഹം തിരിച്ചറിയുക. മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചുപിടിച്ചതും കേരള സമൂഹം ജാഗ്രതയോടെ കേൾക്കേണ്ടതുമായ താമരശ്ശേരി രൂപതയുടെ പ്രസ്താവനയിലേക്ക്. കുട്ടികളുടെയും യുവജനങ്ങളുടെയും മുതിർന്നവരുടെയും വിശ്വാസത്തിലുള്ള പരിശീലനമാണ് മതബോധനം. ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ശ്രോതാക്കളെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സജീവമായും ക്രമീകൃതമായും ക്രൈസ്തവ പ്രബോധനങ്ങൾ പഠിപ്പിക്കുകയാണ് മതബോധനത്തിന്റെ മുഖ്യധർമ്മം. പരമ്പരാഗതമായി മാതാപിതാക്കന്മാരുടെയും വൈദികരുടെയും മത അധ്യാപകരുടെയും സമർപ്പിതരുടെയും മാർഗനിർദ്ദേശത്തിൽ നടക്കുന്നതാണ് മതബോധനം. സഭയിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അടിസ്ഥാന മതബോധനം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ പ്രദേശത്തെ വിവിധ ഇടവകകളിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച നിരവധി സംശയങ്ങൾ ഉയർന്നു വരികയുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില മതപ്രഘോഷകരും ക്രൈസ്തവ വിരോധികളും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നിരന്തരമായി നടത്തിയ തെറ്റായ പ്രബോധനങ്ങളും മറ്റു മതത്തിൽപ്പെട്ട സമപ്രായക്കാരായ സഹപാഠികളുടെ ചോദ്യങ്ങളും അവർ നൽകിയ തെറ്റായ വിശദീകരണങ്ങളും ക്രൈസ്തവ മതത്തിനെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങളും ചില മതപ്രബോധകരെഴുതിയ ക്രൈസ്തവ വിരുദ്ധമായ ഗ്രന്ഥങ്ങളും പരിശുദ്ധ ത്രിത്വത്തെ തെറ്റായി അവതരിപ്പിക്കുന്ന ലീഫ്ലെറ്റുകളും സീഡികളും പുസ്തകങ്ങളും ഉയർത്തിവിടുന്ന ക്രൈസ്തവ വിശ്വാസ മതവിരുദ്ധതയാണ് യുവജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിച്ചത്. യേശു രക്ഷകനാകുന്നത് എങ്ങനെ? യേശുവിന്റെ കുരിശുമരണം ഒരു കെട്ടുകഥയോ? ബൈബിൾ തിരുത്തപ്പെട്ടുവോ? പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം ബഹുദൈവ വിശ്വാസമാണോ? ആരാണ് പരിശുദ്ധാത്മാവ്? തുടങ്ങിയ ചോദ്യങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്രൈസ്തവ യുവതികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് പല വിധത്തിലുള്ള സെക്സ് ടെററിസം നടക്കുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 100-ലധികം കുട്ടികൾ ചില ചെറുപ്പക്കാരിലൂടെ പ്രണയ വിവാഹമെന്ന വ്യാജേന ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും ഇരകളായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹീനകൃത്യം ഒറ്റപ്പെട്ട സംഭവം എന്നതിനേക്കാൾ സംഘടിതമായ ചില നിഗൂഢ ലക്ഷ്യങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിവാഹത്തിലേക്ക് അവർ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വിവാഹശേഷം അവർ നേരിടുന്ന അപകടകരമായിട്ടുള്ള ജീവിതാവസ്ഥയും ഈ സംശയത്തെ ഉറപ്പിച്ചു. ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ യുവാക്കൾക്ക് നിയമസംരക്ഷണമടക്കം നൽകാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നത് പലപ്പോഴും ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികളെയും ഇരകളുടെ ബന്ധുക്കളെയും നിസ്സഹായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു.
ക്രൈസ്തവ മതത്തിനും വിശ്വാസത്തിനുമെതിരായി ഉയർന്നു വരുന്ന തെറ്റായ പ്രചരണങ്ങളും പ്രബോധനങ്ങളും ക്രൈസ്തവ പെൺകുട്ടികളടക്കമുള്ള യുവജനങ്ങൾ നേരിടുന്ന ലൈംഗിക പീഡനവുമടക്കമുള്ള വിവിധ പ്രതിസന്ധികളും അതിജീവിക്കുവാൻ ആവശ്യമായ മുന്നറിയിപ്പുകൾ രൂപതയിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നൽകണമെന്ന് ധാരാളം വ്യക്തികൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ പരിശീലനത്തിലെ ഉപപാഠപുസ്തകമായി സംശയങ്ങൾക്ക് ഉത്തരവും വിശദീകരണവും കൊടുക്കുന്നതിന് ഒരു കൈപ്പുസ്തകം മതബോധന കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. രൂപതയ്ക്ക് ഏതെങ്കിലും വിശ്വാസത്തോടോ മതത്തോടോ യാതൊരുവിധ വിവേചനമോ അസഹിഷ്ണുതയോ ഇല്ല. ഏതെങ്കിലും മതത്തോടോ വിശ്വാസത്തോടോ ഉള്ള വിദ്വേഷമോ എതിർപ്പോ കൊണ്ടല്ല, മറിച്ച് ക്രൈസ്തവ യുവജനങ്ങളെ ക്രിസ്തീയ വിശ്വാസ ബോധ്യത്തിൽ നിലനിർത്തുകയും പെൺകുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ പുസ്തക രചനയ്ക്ക് പിന്നിൽ. വിശ്വാസ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ക്രൈസ്തവ യുവജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനും 10, 11, 12 ക്ലാസ്സുകളിലെ മതബോധന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനുമായി രൂപത മതബോധന കേന്ദ്രം ഇറക്കിയതാണ് ഈ പുസ്തകം. ക്രിസ്തു പ്രഘോഷിച്ച സാർവത്രിക സ്നേഹവും ആഗോള കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്ന സാർവത്രിക മത സാഹോദര്യവും സഹവർത്തിത്വവുമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ ഒരു മതത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദിക്കുന്നു. മതസൗഹാർദ്ദത്തിനെതിരെയുള്ള എല്ലാ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും സമുദായ സൗഹാർദ്ദം തകർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ ചെറുക്കണമെന്നും സമുദായ സൗഹാർദ്ദം വളർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.